പവിത്രത്തിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാത്രി വേദ കരഞ്ഞുകൊണ്ട് തൻ്റെ റൂമിലിരിക്കുന്നുണ്ട്. ഇതേ സമയം വിക്രം ആരും കാണാതെ മതിൽ ചാടി ബാൽക്കണി വഴി വേദയുടെ റൂമിന് മുന്നിലെത്തുന്നു. പതുക്കെ വാതിൽ തുറന്ന് വേദയുടെ അടുത്തെത്തുന്നുണ്ട്. എന്നാൽ ഇതൊന്നും വേദ അറിയുന്നില്ല. വേദേ എന്ന് വിക്രം വിളിക്കുന്ന സമയത്ത് പെട്ടെന്ന് വേദ കണ്ണു തുറന്നു നോക്കി ഇരുന്ന സ്ഥലത്തു നിന്നും എഴുന്നേൽക്കുന്നുണ്ട്. നാലുപുറം നോക്കുന്നു. ആരെങ്കിലും കാണുന്നുണ്ടോ എന്നാണ് അവൾ നോക്കുന്നത്. പെട്ടെന്ന് വേദ പറയുന്നുണ്ട്, ഏയ് വിക്രം, നീ എന്താ ഇവിടെ? എല്ലാവരും നീ ഇവിടെ വന്നു പോകുന്ന വിവരം അറിഞ്ഞിട്ടുണ്ട്. നീ വയ്യാണ്ടിരുന്ന സമയത്ത് നിന്നെ ഞാൻ ശുശ്രൂഷിച്ച വിവരമൊക്കെ എല്ലാവരും അറിഞ്ഞിരിക്കുന്നു. ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, അറിഞ്ഞോട്ടെ, അതിന് എനിക്കെന്താ? ആരറിഞ്ഞാലും എനിക്കൊരു പ്രശ്നവുമില്ല. എന്നാൽ വേദ പറയുന്നുണ്ട്, അതെ, ഞാൻ വിളിച്ചപ്പോൾ നീ ഫോൺ എടുത്തില്ല, കട്ടാക്കിയില്ലേ? എന്നാൽ വിക്രം പറയുന്നു, അത് ഞാൻ ഒരു അർജൻറ്റ് പണിയിലായിരുന്നു, ജോലിയിലായിരുന്നു വേദേ, അതുകൊണ്ടാണ് എനിക്ക് എടുക്കാൻ പറ്റാതിരുന്നത്. എന്തിനാ നീ വിളിച്ചത്? ഇത് കേട്ട് വേദ പറയുന്നുണ്ട്, അത് എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. വേദയ്ക്ക് വിക്രമിൻ്റെ മുഖത്ത് നോക്കി അക്കാര്യം പറയാൻ സാധിക്കുന്നില്ല. തിരിഞ്ഞു നിന്നുകൊണ്ട് വേദ പറയുന്നുണ്ട്, ശക്തിയുമായുള്ള വിവാഹം ഉറപ്പിച്ചു. ഇത് കേട്ട് വിക്രം ഒന്ന് ഞെട്ടുന്നുണ്ട്. വിക്രമിന് വളരെ സങ്കടമാവുന്നുണ്ട്. കണ്ണിൽ നിന്നും കണ്ണുനീരിങ്ങനെ വരുന്നുണ്ട്. വേദ കാണാതെ അത് പതുക്കെ തുടച്ചു നീക്കുന്നുണ്ട്. വീണ്ടും വേദ പറയുന്നുണ്ട്, ഞാൻ എത്ര എതിർക്കാൻ ശ്രമിച്ചിട്ടും അച്ഛൻ സമ്മതിക്കുന്നില്ല. ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ അച്ഛൻ മരിക്കുമെന്നാണ് പറയുന്നത്. ഞാൻ പെണ്ണായി പിറന്നില്ലേ, അതുകൊണ്ട് എനിക്ക് ഒരു അഭിപ്രായ സ്വാതന്ത്ര്യവുമില്ല. അറവുമാടിനെ പിടിച്ചു കൊടുക്കുന്നത് പോലെ കൊടുക്കുന്നു. നീയും നിന്റെ ജീവിതത്തിൽ നിന്നും എന്നെ ഇറക്കി വിട്ടത് ഇതുപോലെ തന്നെയല്ലേ? അച്ഛനും അത് തന്നെ ആവർത്തിക്കുന്നു. അച്ഛൻ്റെ ജീവിതത്തിൽ നിന്നും എന്നെ ഒരുത്തനോടൊപ്പം ഇറക്കി വിടുന്നു. അതിന് എൻ്റെ സമ്മതം വേണമെന്നൊന്നും അച്ഛനില്ല. ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, ഇത് തന്നെയാണ് അമ്മയും പറയുന്നത്. അമ്മ എന്നെ കല്യാണത്തിന് സമ്മതിപ്പിച്ചതും ഇത് പറഞ്ഞിട്ട് തന്നെയാണ്. അമ്മ മരിക്കുമെന്ന് പറഞ്ഞു. ഇത് കേട്ട് വേദ പറയുന്നുണ്ട്, അത് ശരി, അപ്പോൾ എല്ലാ രക്ഷിതാക്കളും ഇങ്ങനെ തന്നെയാണ് അല്ലേ വിക്രം? എന്നിട്ട് നീ എന്ത് തീരുമാനിച്ചു എന്ന് വിക്രം ചോദിക്കുന്നു. വേദ പറയുന്നുണ്ട്, ഞാൻ എന്താ പറയേണ്ടത്? നിന്നെപ്പോലെ ഒറ്റയടിക്ക് വിവാഹത്തിനങ്ങ് സമ്മതിക്കണോ? എനിക്കതിന് കഴിയില്ല. എൻ്റെ മനസ്സിൽ ഇപ്പോഴും നീയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം നീ അറിയണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് നിന്നോട് ഇങ്ങോട്ടേക്ക് വരാൻ ഞാൻ പറഞ്ഞത്. ഇത് കേട്ട് വിക്രം എന്ത് പറയണമെന്നറിയാതെ നിൽക്കുന്നുണ്ട്. സോറി വേദേ, എന്നോട് ക്ഷമിക്ക് എന്ന് പറയുന്നു വിക്രം. ഇത് കേട്ട് വേദ പറയുന്നുണ്ട്, നിന്നോട് ക്ഷമിക്കാനോ? എൻ്റെ ജീവിതം നീ നശിപ്പിച്ചു, എന്നിട്ട് നീ എന്നോട് ക്ഷമ ചോദിക്കുന്നു? നീ പൊക്കോ എന്ന് പറയുന്നു. വിക്രം തിരിഞ്ഞ് പോവാനായി തുടങ്ങുന്നുണ്ട്. പക്ഷേ വിക്രമിന് അങ്ങ് പോവാൻ കഴിയുന്നില്ല. പെട്ടെന്ന് വിക്രം തിരിഞ്ഞ് വേദയുടെ മുഖത്ത് നോക്കി നിൽക്കുന്നു. എന്നിട്ട് മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്, വേദേ, പ്ലീസ് എടി വേദേ, ഒന്ന് പറയടി, നീ എന്നെയും കൊണ്ട് പോടാ എന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതി. ഞാൻ നിന്നെ പൊക്കിക്കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് പോവും. പറ വേദേ എന്നിങ്ങനെ വിക്രം വിചാരിക്കുന്നുണ്ട്. എന്നാൽ നേരെ തിരിച്ച് വേദയും ഇത് തന്നെയാണ് വിചാരിക്കുന്നത്. വിക്രം, ഒന്ന് വാടി എന്നോട് ഒറ്റ വാക്കേ പറയേണ്ടതുള്ളൂ. നീയല്ലേ എന്നെ ആ വീട്ടിൽ നിന്നും പുറത്താക്കിയത്, അതുകൊണ്ട് നീ തന്നെ എന്നെ വിളിക്കണം. ഒരു വാക്ക് എന്നെ വിളിച്ചാൽ ഞാൻ ഉടനെ തന്നെ നിന്നോടൊപ്പം ഇറങ്ങി വരും. നീ വിളിക്കാതെ ഞാൻ വരത്തില്ല വിക്രം എന്നിങ്ങനെ വേദയും ചിന്തിക്കുന്നുണ്ട്. രണ്ടുപേരും പരസ്പരം നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. പെട്ടെന്നാണ് ഡോറിൽ തട്ടുന്ന സൗണ്ട് കേൾക്കുന്നത്. വേദ വിക്രമിനോട് പറയുന്നുണ്ട്, ആരോ വന്നിട്ടുണ്ട്. ഇത് കേട്ട് വിക്രം പതുക്കെ വേദയെ നോക്കിക്കൊണ്ട് തന്നെ തിരിഞ്ഞ് നടന്ന് ബാൽക്കണിയിലേക്ക് കടക്കുന്നുണ്ട്. വേദ പെട്ടെന്ന് ചെന്ന് ഡോറ് തുറന്നു നോക്കുന്നുണ്ട്. അവിടെ ശക്തി ഒരു മോതിരവും കൈ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. മോതിരം വേദയുടെ നേരെ നീട്ടിക്കൊണ്ട് പറയുന്നുണ്ട്, വേദേ, ഇതൊരു വെഡ്ഡിങ് റിങ്. ഇത് എനിക്ക് നിനക്ക് തരണമെന്ന് തോന്നി, ഇതുകൊണ്ട് ഈ രാത്രി തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറഞ്ഞുകൊണ്ട് വേദയുടെ നേരെ നീട്ടുന്നുണ്ട്. വേദ അത് വാങ്ങി വെക്കുന്നു. ശരി, നീ കിടന്ന് ഉറങ്ങിക്കോ എന്നും പറഞ്ഞുകൊണ്ട് ശക്തി അവിടെ നിന്നും പോകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വേദ ഡോർ അടച്ചുകൊണ്ട് വേഗം ബാൽക്കണിയിലേക്ക് ഓടുന്നുണ്ട് വിക്രമിനെ കാണാനായി. പക്ഷേ അവിടെ നിന്നും വിക്രം പോയി കഴിഞ്ഞിരുന്നു. വേദ നാലുപുറം താഴെയെല്ലാം നോക്കുന്നുണ്ട്. പക്ഷേ വിക്രം അപ്പോഴേക്കും അവിടെ നിന്നും പോയി കഴിഞ്ഞിരുന്നു. വേദ വളരെ സങ്കടത്തോടെ നോക്കി നിൽക്കുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ വേദ റൂമിലിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ശ്രീയും വർഷയും കയറി വരുന്നുണ്ട്. വളരെ ദേഷ്യത്തോടെയാണ് വരുന്നത്. വേദയോട് പറയുന്നുണ്ട്, ഇന്നലെ രാത്രിയും അവനിവിടെ വന്നിരുന്നു, ആ റൗഡി. അല്ലടി, നിനക്ക് എന്തിൻ്റെ കേടാടി? നീ എന്തിനാ അവനെ ഇങ്ങനെ വിളിച്ചു കയറ്റുന്നത് ഇങ്ങോട്ടേക്ക്? പിന്നെ ഇത് നാട്ടുകാരറിഞ്ഞാലുള്ള പ്രശ്നം എന്താവുമെന്ന് നിനക്കറിയില്ലേ? ഈ വീടിൻ്റെ മാനവും അഭിമാനം എല്ലാം പോയി. ഇനിയും ഞങ്ങളെ നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്താനാണോ നീ തീരുമാനിച്ചിരിക്കുന്നത്? ഇത് അച്ഛൻ അറിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് നിനക്ക് അറിയത്തില്ലേ? നീ എന്തിനാടി അവനിവിടെ വന്നത്?
എന്തായാലും അച്ഛനിപ്പോൾ നല്ല സന്തോഷത്തിലാണ്. നിൻ്റെയും ശക്തിയുടെയും വിവാഹം നടക്കുമെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഈ വിവാഹം നടത്തി കാണിക്കും. നിനക്ക് സമ്മതമാണോ സമ്മതമല്ലേ എന്നൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. ഞാൻ ഈ വിവാഹം നടത്തിയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വേദയെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ശ്രീയും വർഷയും കൂടി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്. എന്നാൽ ഇതൊന്നും കേട്ട് നമ്മുടെ വേദ ഒന്നും തന്നെ മിണ്ടുന്നില്ല. കണ്ണാടിയിലേക്ക് നോക്കിക്കൊണ്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. രാവിലെ തന്നെ രാധ അമ്പലത്തിലെ പ്രസാദവുമായി വിക്രമിൻ്റെ വീട്ടിലെത്തുന്നുണ്ട്. എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ഉടനെ തന്നെ വിക്രം മേലെ നിന്നും ഇറങ്ങി വരുന്നുണ്ട്. ഇത് കണ്ട് കമലാമ്മ പറയുന്നുണ്ട്, മോളെ അതാ വിക്രം വരുന്നു, വിക്രമിനും കൊടുക്ക്. രാധ പ്രസാദവും കണ്ട് വിക്രമിൻ്റെ അടുത്തെത്തുന്നുണ്ട്. വിക്രമാണെങ്കിൽ രാധയെ മൈൻഡ് ചെയ്യുന്നില്ല. ഇത് കണ്ട് നമ്മുടെ നന്ദിനി പറയുന്നുണ്ട്, വിക്രം എന്താടാ ഇത്, പ്രസാദം എടുക്കടാ, അവളെ ഇന്ന് വ്രതമെടുത്തിരിക്കുന്നു. എന്തിനു വേണ്ടിയാണെന്നറിയാവോ? നിങ്ങളുടെ വിവാഹം നല്ലപടി നടക്കാൻ വേണ്ടി. എന്നിട്ട് നിന്റെ പേരിൽ വഴിപാട് കഴിച്ച് വന്നിരിക്കുക. നീ അതെടുത്ത് തൊട് എന്ന് പറയുന്നുണ്ട്. എന്നാൽ വിക്രം അത് ചെയ്യുന്നില്ല. വിക്രം ശ്രീചേച്ചിയോട് ചോദിക്കുന്നുണ്ട്, ചേച്ചി എനിക്കൊരു ഗ്ലാസ് ചായ വേണം. അതിനെന്താ ഇപ്പം തരാം വിക്രം എന്നും പറഞ്ഞുകൊണ്ട് ശ്രീജ അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. ഒരു ഗ്ലാസ് ചായമായി വരുന്നുണ്ട്. അത് മേടിച്ച് വിക്രം കുടിക്കുന്നു. രാധ വിക്രമിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി പുഞ്ചിരിയോടെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, വിക്രം നിനക്കെന്നെ കാണുന്നത് തന്നെ ഇഷ്ടമില്ലെന്ന് എനിക്കറിയാം. എങ്കിലും നീ വിവാഹത്തിന് സമ്മതിച്ചല്ലോ, എനിക്ക് ഒരുപാട് സന്തോഷമായി. എനിക്കിപ്പോൾ രാത്രിയിൽ ഉറക്കമില്ല, എനിക്ക് ഭക്ഷണം വേണ്ട. എന്തുകൊണ്ടാണെന്നറിയോ? സന്തോഷം കണ്ട എൻ്റെ മനസ്സ് നിറയെ സന്തോഷം. നീ വിവാഹത്തിന് സമ്മതിച്ചത് മുതൽ ഇനി എനിക്ക് മരിച്ചാലും കുഴപ്പമില്ല. ഇത് കേട്ട് നമ്മുടെ കമലാമ്മ പറയുന്നുണ്ട്, എന്താണ് നീ പറയുന്നത്? ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത് നല്ലൊരു ദിവസമായിട്ട് എന്ന് പറയുന്നു. എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ വിക്രം വേഗം തന്നെ റൂമിലേക്ക് കയറി പോകുന്നുണ്ട്. ഇത് കണ്ട് വളരെ വിഷമത്തോടെ രാധ ഇങ്ങനെ വിക്രമിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. കമലാമ്മ രാധയോട് പറയുന്നുണ്ട്, മോളെ നീ ഇതൊന്നും ശ്രദ്ധിക്കേണ്ട, എല്ലാം ശരിയാവും. വിവാഹം ഒന്ന് കഴിഞ്ഞോട്ടെ, അവൻ്റെ സ്വഭാവമെല്ലാം മാറും. നീ വളരെ സന്തോഷത്തോടെ ഇരിക്കുക, മോള് വീട്ടിലേക്ക് ചെല്ല് എന്ന് പറഞ്ഞുകൊണ്ട് രാധയെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. ശ്രീ ശങ്കരനാരായണനോട് പറയുന്നുണ്ട്, അച്ഛൻ അറിഞ്ഞോ, ഇന്നലെ രാത്രിയും ആ വിക്രം വേദയെ കാണാനായി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇത്രയൊക്കെ ആയിട്ടും അവൾ അവനെ വിളിച്ചു വരുത്തിയിരിക്കുന്നു. ഇതിനൊക്കെ അർത്ഥം എന്താ അച്ഛാ? നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അവളുടെ വിവാഹം നടത്തണം. മണ്ഡപങ്ങളൊന്നും തന്നെ ഒഴിവില്ല അച്ഛാ. പക്ഷേ നമുക്ക് എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ, അവളിപ്പോൾ ഈ വിവാഹത്തിന് സമ്മതിച്ചതല്ലേ, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വിവാഹം അങ്ങ് നടത്താം എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് ശങ്കരനാരായണൻ പറയുന്നുണ്ട്, മണ്ഡപം ഒഴിവില്ലെങ്കിലും നമുക്ക് അമ്പലത്തിൽ വെച്ച് നടത്താടാ, നീ അമ്പലത്തിൽ ചെന്ന് അന്വേഷിക്കുക എന്ന് പറയുന്നു. ഇത് കേട്ട് നമ്മുടെ ശ്രീ പറയുന്നുണ്ട്, അതെല്ലാം ഞാൻ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. അമ്പലത്തിൻ്റെ കാര്യം എല്ലാം ഞാൻ ശരിയാക്കിയിട്ടുണ്ട് അച്ഛാ. ഒരു തവണ തന്നെ നമുക്ക് അവൾ അപമാനമാണ് തന്നത്. പക്ഷേ ഇനിയും അത് ആവർത്തിക്കാൻ പാടില്ല അച്ഛാ. അതുകൊണ്ട് എല്ലാം നമ്മൾ കരുതിക്കൊണ്ട് ചെയ്യണം. തികട്ട് ശങ്കരനാരായണൻ പറയുന്നുണ്ട്, എല്ലാം നീ പറയുന്നത് പോലെ, നീ ചെയ്യുന്നത് പോലെ എല്ലാം നമുക്ക് നടത്താം, അതുപോലെ തന്നെ ചെയ്യ് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. രാത്രി വിക്രം വളരെ ടെൻഷനായിക്കൊണ്ട് തന്നെ ഇങ്ങനെ തലക്ക് കൈ കൊടുത്തുകൊണ്ട് വർക്ക്ഷോപ്പിലിരിക്കുന്നുണ്ട്. ഇതേ സമയം രാജേട്ടനും സ്റ്റീഫനും നമ്മുടെ അനിയൻകുട്ടനും എല്ലാവരും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് വിക്രമിനോട് പറയുന്നുണ്ട്, അതെ വിക്രം ചേട്ടാ, രാധ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവൾ പറയുന്നത് വിവാഹത്തിന് ശേഷം അവളെ ഞങ്ങൾ ചേച്ചി എന്ന് വിളിക്കണമെന്നാ. അതെങ്ങനെയാ ചേട്ടാ? അവളെ ഞങ്ങൾ ചെറുപ്പം മുതൽ കാണുന്നതല്ലേ. ഇനിയിപ്പോൾ ചേട്ടൻ വിവാഹം കഴിച്ചു എന്ന് വെച്ചിട്ട് ഞങ്ങൾ എങ്ങനെയാണ് അവളെ ചേച്ചിന്ന് വിളിക്കുന്നത്? അത് ശരിയാണോ? വിവാഹത്തിന് ശേഷം ഞങ്ങൾ എന്താ വിളിക്കേണ്ടതെന്ന് ചോദിക്കുന്നതും വിക്രം കാലുയർത്തി അനിയൻകുട്ടനെ ഒരു ചവിട്ടങ്ങ് ചവിട്ടും. രാജേട്ടൻ പെട്ടെന്ന് അനിയൻകുട്ടനെ പിടിച്ചു മാറ്റുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എന്താടാ വിക്രം നീ കാണിക്കുന്നത്? നിൻ്റെ ഒരു ചവിട്ട് അങ്ങ് അവൻ കൊണ്ടിരുന്നെങ്കിൽ അവൻ്റെ പണി അങ്ങ് കഴിയുമായിരുന്നു. എന്തിനാടാ നീ ഇത് ചെയ്യുന്നത്? നീ എന്തിനാ മറ്റുള്ളവരോട് ഇതിനുള്ള ദേഷ്യം അവനോട് തീർക്കുന്നതെന്ന് ചോദിക്കുന്നു. വിക്രം അങ്ങ് വല്ലാതെയായി പോകുന്നുണ്ട്. സോറി രാജേട്ടാ, സോറി അനിയൻകുട്ട, ഞാൻ എന്തോ ഒരു വിഷമത്തിലിരിക്കുകയായിരുന്നു, പെട്ടെന്ന് ഞാൻ അങ്ങനെ അങ്ങ് ചെയ്തു പോയി എന്നിങ്ങനെ വിക്രം പറയുന്നുണ്ട്.